യുവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നൊരു പരിശോധനയാണ് ഈ വീഡിയോയിലൂടെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള, സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികൾ? ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹരായിട്ടുള്ളവർ. അപ്പോൾ അത് ഇന്ന് നമ്മൾ ക്രൈസ്തവരെന്ന് വിളിക്കുന്നവരാണോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെന്ന് വിളിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാവാൻ അർഹതപ്പെട്ടവർ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബൈബിൾ ഖുർആനും വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ യേശു ക്രിസ്തു മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റേതായൊരു സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവത്തിൻ്റെ സുവിശേഷം? ഇപ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ഇപ്പോൾ ഒരു ആൾ വന്നിട്ട് ചോദിക്കുന്നത്, ജ്ഞാനിയായ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത്, ഇസ്രായേലിലെ കേൾക്കുക, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആ നിങ്ങളുടെ ദൈവമായ ഏക കർത്താവിനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതാണ് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന, അഥവാ നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലും പറയുന്നത് ഇതാണ്, കുൽഹു അല്ലാഹു അഹദ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. ഇസ്ലാമിൻ്റെ കലിമത്ത് തൗഹീദ്, ഒന്നാമത്തെ അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധനയില്ല, അഥവാ ദൈവം ഏകനാണ് എന്ന വിശ്വാസമാണ്. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലും ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ഇസ്രായേലിലെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആ കർത്താവിനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്നിട്ട് പറയുകയാണ്, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 5, 6, 7, 8 വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, ഈ വചനം, ഈ കാര്യം ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഈ വചനം, ഈ മുഖ്യമായ കൽപ്പന നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൈകളിൽ അടയാളമായിട്ട് ഇതുണ്ടാവണം, നിങ്ങളുടെ നെറ്റിത്തടത്തിലൊരു പട്ടമായിട്ട് തണിയണം. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേൽ അതേപോലെ വാതിൽപ്പടിയിൽ ഇത് എഴുതി വെക്കണം. എന്ത്? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിങ്ങൾ നോക്ക്, നമ്മളിന്ന് ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വീടുകളൊക്കെ സന്ദർശിച്ച് നോക്ക്. നമ്മൾ ക്രൈസ്തവരുടെ വീടുകളിലേക്ക് കയറിയാൽ നമ്മൾ വീടിൻ്റെ വാതിൽപ്പടിയിലും കട്ടിലകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക, യേശു ഈ വീടിൻ്റെ രക്ഷകൻ എന്നാണ്. യേശു ക്രിസ്തു ഈ വീടിൻ്റെ രക്ഷകൻ, യേശു ക്രിസ്തു ഈ വീടിൻ്റെ ഐശ്വര്യം. നമ്മൾ മുസ്ലിം വീടുകളിലേക്ക് പോയി നോക്കുക. മുസ്ലിം വീടുകളിൽ മുഴുവൻ നിങ്ങൾക്ക് ആവർത്തന പുസ്തകത്തിലെ ഈ കൽപ്പന അഥവാ ഈ വാചകം ഇത് നിങ്ങളുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് ഒരു ബഹുഭൂരിപക്ഷം മുസ്ലിം വീടുകളിൽ കയറിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്നെങ്കിൽ അല്ലാഹു അഹദ് എന്നുള്ള വചനം, അതല്ലെങ്കിൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എവിടെയെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചതോ എഴുതി വെച്ചതോ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ആ ആവർത്തന പുസ്തകം, ഈസാ നബി യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിയമം നിവർത്തിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, അത് റദ്ദാക്കാനല്ല എന്നുള്ളത്. അപ്പോൾ ആ നിയമം നിവർത്തിക്കാൻ വന്ന, പ്രാവർത്തികമാക്കാൻ വന്ന യേശു ക്രിസ്തുവിൻ്റെ ആ നിയമത്തിലെ ഒരു കൽപ്പന അത് അതേപോലെ പിന്തുടരുന്നത് സത്യത്തിൽ മുസ്ലിങ്ങളാണ്. ഇനി നമ്മൾ നോക്കുക, യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു ശിഷ്യരുടെ മധ്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഷാലോം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. 20-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, യേശു വീണ്ടും പറയുന്നു, ഷാലോം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യേശു ക്രിസ്തു ശിഷ്യരുടെ അടുത്തേക്ക് വരുമ്പോൾ ആളുകളെ കാണുമ്പോഴൊക്കെ ഷാലോം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും. നമ്മൾ മുസ്ലിങ്ങളെ നോക്കുക, മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവർ പറയുക അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അതേസമയം ക്രൈസ്തവർ നമ്മൾ കാണുന്നത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അതല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഇങ്ങനെയുള്ള സംഗതികളാണ്
ക്രൈസ്തവർ പറയുന്ന അഭിവാദ്യം. പക്ഷേ യേശു ക്രിസ്തു പഠിപ്പിച്ച, യേശു ക്രിസ്തു ജീവിതത്തിൽ പകർത്തിയ ഒരു അഭിവാദ്യം, അത് ശാലോം അലൈക്കും, അത് ഇന്നും അതുപോലെ പിന്തുടരുന്നത് സത്യത്തിൽ മുസ്ലിങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വചനത്തിൽ യേശു 8-ാം ദിവസം പരിച്ഛേദന ഏറ്റു എന്ന് പറയുന്നത്, സർക്കംസൈസ് ചെയ്തു എന്നുള്ളത്. ഇന്ന് നമ്മൾ ക്രൈസ്തവരെടുത്ത് നോക്കിയാലും മുസ്ലിങ്ങളെടുത്ത് നോക്കിയാലും ക്രൈസ്തവ ലോകത്ത് പരിച്ഛേദന ചെയ്യുന്ന, സർക്കംസൈസ് ചെയ്യുന്ന ആളുകൾ തീരെ കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ യഹോവ അബ്രഹാമുമായി ഉണ്ടാക്കിയൊരു ഉടമ്പടി, ആ ഉടമ്പടിയുടെ അടയാളമായി നിൻ്റെ ശരീരത്തിൽ പരിച്ഛേദന കാണണമെന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. അത് യേശു ക്രിസ്തുവും 8-ാം ദിവസം ഈ പരിച്ഛേദന ഏൽക്കുകയും യേശു എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാം. അത് അതേപോലെ ഇന്നും മുസ്ലിങ്ങൾ പിന്തുടർന്ന് നമുക്ക് ഇന്നും എല്ലാ മുസ്ലിം പുരുഷന്മാരും യഹോവ ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിക്കൊണ്ട് ഈ പരിച്ഛേദന ഏൽക്കുന്നുണ്ട്, സർക്കംസൈസ് ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ യേശു ക്രിസ്തുവിനെ കൃത്യമായി പിന്തുടരുന്നത് അത് മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആരാണ് സത്യത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന ചോദ്യം പ്രസക്തമാണ്. ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്ന ആളുകളാണ്. യേശു ക്രിസ്തു പറയുന്നു, പിന്നെ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വചനങ്ങളിൽ, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്, ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, അവൻ വന്നാൽ നിങ്ങളെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ആരാണ് ആ സഹായകൻ, ആ കംഫർട്ടർ എന്ന് പറയുന്നത്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ചാണെന്നാണ് മുസ്ലിങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ്റെ അധ്യാപന പ്രകാരം, ഖുർആൻ്റെ സുന്നത്തിൻ്റെയും അധ്യാപന പ്രകാരം ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അന്ത്യനാളിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളൊരു പ്രവചനം ചെയ്തിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവും ചെയ്തതായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. അതാണ് സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, അവൻ വരുമ്പോൾ നിങ്ങളെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. യേശു ക്രിസ്തു സത്യത്തിൽ ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണ്. എന്നെ അയക്കപ്പെട്ടിട്ടുള്ളത് നഷ്ടപ്പെട്ട ഇസ്രായേലിലെ ആടുകളുടെ അടുത്തേക്കാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേസമയം വമാ അർസൽനാകില്ല റഹ്മത്തൽ ലിൽ ആലമീൻ, പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ ഞാൻ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ലോകത്തെ ബോധ്യപ്പെടുത്തും നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, എന്തൊക്കെയാണ് പാപങ്ങളെന്നെക്കുറിച്ച്, നീതിയുടെ ദിവസത്തെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ചെല്ലാം ഇത്രയധികം ലോകത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ മറ്റൊരു പരിഷ്കർത്താവ്, പ്രവാചകൻ ആരാണുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് യേശു ക്രിസ്തു ഈ പറഞ്ഞതെന്നുള്ളത് നമ്മൾക്ക് ബോധ്യം. അതേ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെ 12, 13, 14 വചനങ്ങളെടുത്ത് നമുക്ക് കാണാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. യേശു ക്രിസ്തു പറയാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ അതെല്ലാം ബോധ്യപ്പെടുത്തും. അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അവൻ സ്വന്തമായി ഒന്നും സംസാരിക്കുകയില്ല, പിന്നെ അവൻ കേൾക്കുന്നതേ അവൻ പറയുകയുള്ളൂ അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12, 13, 14 വചനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. സത്യാത്മാവ് കടന്നു വരുമ്പോൾ അവൻ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. സത്യത്തിൻ്റെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും ശരിവെച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വേദഗ്രന്ഥമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചിട്ടുള്ളത്. അതിൻ്റെ മുമ്പിറങ്ങിയ എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരിലും അവർക്കെല്ലാം അവതരിച്ച വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ മേലെ ബാധ്യതയാണ്. അപ്പോൾ അത് സത്യത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. ഇനി അവൻ എന്നെ മഹത്വപ്പെടുത്തും. നോക്ക്, ആരനുയായികളാണ് ശരിക്കും യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നത് നോക്കുക. യേശു ക്രിസ്തു എന്ന നാമം കേൾക്കുമ്പോൾ, ഈസ മസീഹ് എന്ന നാമം കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെല്ലാവരും അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്ന് മതത്തിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പേര് കേൾക്കുമ്പോൾ, ഈസാ നബി, ഈസാ മസീഹ് എന്നെല്ലാം കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെല്ലാവരും അലൈഹിസ്സലാം എന്ന് പറയും. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയതിൻ്റെ തെളിവാണ് അലൈഹിസ്സലാം. അപ്പോൾ ഈ രൂപത്തിലെല്ലാം നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുക,
ക്രിസ്തുവിൻ്റെ പഠനങ്ങളെ, ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളെ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നത് സത്യത്തിൽ മുസ്ലിങ്ങളാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികൾ. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അനുയായികളും കൂടി ആയിത്തീരുന്നത്. ക്രിസ്തുവിൻ്റെ മാത്രമല്ല, അബ്രഹാമിൻ്റെ, മോശയുടെ, സക്രിയയുടെ, പിന്നെ ഈസ, എല്ലാ പ്രവാചകന്മാരും വിശ്വസിച്ചുകൊണ്ട് അവരുടെ എല്ലാം അന്ത്യപ്രവാചകനായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഈ മുസ്ലിങ്ങൾ അവരാണ് സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പിന്തുടരുന്നത് എന്ന് ബൈബിളും ഖുർആനും വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അധ്യാപനത്തിലേക്ക് ക്രൈസ്തവ സഹോദരങ്ങൾ കൂടി കടന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കാനുള്ളത്. നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ബൈബിൾ കൃത്യമായി പഠിക്കുകയും ബൈബിളും ഖുർആനുമായി താരതമ്യം ചെയ്ത് പഠിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.